വെൽക്കം ടു ദിശ അക്കാഡമി. ഞാൻ ഐശ്വര്യ. അപ്പൊ നമ്മുടെ SSC MTS എക്സാമിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ സീരീസിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഫസ്റ്റ് ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമുള്ള നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ടോപ്പിക് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കുകളൊക്കെ കമന്റ് ചെയ്യുക, അത് തന്നെ നമുക്ക് എടുത്തു പോവാം. അത് മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ സീരീസിന്റെ ഭാഗമായിട്ട് എക്സാമിന് മുന്നേ തന്നെ നമുക്ക് കവർ ചെയ്ത് തീർക്കാം. അപ്പൊ അധികം സമയം കളയാതെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് അറിയുന്നവർ പറയാ. വിച്ച് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ കൺട്രോൾസ് ബാലൻസ് ആൻഡ് പോസ്ചർ? ബാലൻസും പോസ്ചറും കൺട്രോൾ ചെയ്യുന്ന ഹ്യൂമൻ ബ്രെയിനിന്റെ ഭാഗം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻസ് നോക്കിയേ. സെറിബ്രം ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, മെഡുല ഒബ്ലാങ്കേറ്റ ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്. സെറിബ്രം ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, മെഡുല ഒബ്ലാങ്കേറ്റ, ഹൈപ്പോതലാമസ്. ഈ 4 ഭാഗങ്ങളിൽ നമ്മുടെ ബാലൻസിനെയും പോസ്ചറിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ 4 ഭാഗങ്ങളിൽ നമ്മുടെ ബാലൻസിനെയും പോസ്ചറിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ആൻസർ വളരെ ഈസി ആണല്ലേ. എന്താണ് ആൻസർ വരുന്നത്? സെറിബെല്ലം അല്ലേ? അതെ, സെറിബെല്ലം ആണ് എന്ത് ചെയ്യുന്നത്? ബാലൻസും പോസ്ചറും കൺട്രോൾ ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ബ്രെയിനിന്റെ മറ്റ് ഓപ്ഷൻസിൽ തന്നിട്ടുള്ള ആൾക്കാരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. അതിനു മുന്നേ സെറിബെല്ലത്തിന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡിയുടെ ബാലൻസ് നിലനിർത്തുന്നുണ്ട്. പോസ്ചർ അല്ലെ, നമുക്ക് കൈയും കാലും, ഇപ്പൊ എന്റെ കൈ ഇങ്ങനെ വെക്കുന്നു, അല്ലെങ്കിൽ എന്റെ കൈ ഇങ്ങനെ പൊക്കി പിടിക്കണം, താഴ്ത്തിയിടണം, ഇതൊക്കെ എന്റെ പോസ്ചർ ആണ്. ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെറിബെല്ലം ആണ്. അതുപോലെ തന്നെ നമ്മുടെ മസിലിന്റെ മൂവ്മെന്റ്സിനെ വേണമെങ്കിൽ പറയാം വോളണ്ടറി മസിൽസ്. എന്ത് മസിൽസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോളണ്ടറി മസിൽസിന്റെ മൂവ്മെന്റ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? സെറിബെല്ലം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ മറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് സെറിബ്രം ആണ്. സെറിബ്രത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗെയിൻ ഇത് വോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെറിബ്രവും സെറിബെല്ലവും വോളണ്ടറി ആക്ഷൻസുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്ത് വരുന്നു. പക്ഷേ ഇവിടെയാണെങ്കിൽ വോളണ്ടറി ആക്ഷൻസ് ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്. ഇനിഷ്യേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു വോളണ്ടറി ആക്ഷൻ തുടങ്ങി വെക്കുന്നത്, ആ ഒരു ബേസിക് ആയിട്ട് തുടക്കത്തിൽ ഇനിഷ്യേറ്റ് ചെയ്യുക, ആ തുടക്കത്തിലുള്ള കാര്യം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെറിബ്രം ആണ്. പക്ഷെ സെറിബെല്ലം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഭാഗങ്ങൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് റീസണിങ്. ഇന്റലിജൻസും മെമ്മറിയും റീസണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്രെയിനിന്റെ ഭാഗം ഏതാണ്? ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്റലിജൻസ്, മെമ്മറി, റീസണിങ് ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബ്രെയിനിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്ത് പറയണം? സെറിബ്രം ആണെന്ന് പറയണം. അപ്പോ സെറിബ്രം എന്ന് പറയുന്നത് വോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇന്റലിജൻസ്, മെമ്മറി, റീസണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബ്രെയിനിന്റെ ഭാഗം സെറിബ്രം. രണ്ടാമത്തേത് സെറിബെല്ലം ആണ്. നമ്മൾ എഗെയിൻ പറഞ്ഞു ബാലൻസ്, പോസ്ചർ, അതുപോലെ തന്നെ മസിൽ മൂവ്മെന്റ്സിനെ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? സെറിബെല്ലം ആണ്. അടുത്ത മൂന്നാമത്തെ ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റ. അപ്പൊ മെഡുല ഒബ്ലാങ്കേറ്റ ചെയ്യുന്നത് ഇൻവോളണ്ടറി ആയിട്ടുള്ള ഫങ്ഷൻസിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വോളണ്ടറി ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ കൈ ഉയർത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വിചാരിച്ചു, എന്റെ കൈ പൊങ്ങി അല്ലേ, അല്ലെങ്കിൽ എന്റെ കൈ താഴ്ത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നു, എന്റെ കൈ താഴ്ത്തിയിടുന്നു. വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. ഓക്കെ, ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ ഞാൻ ശ്വാസം എടുക്കുന്നുണ്ട്. ഞാൻ എന്ത് വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്കും ഞാൻ ശ്വാസം എടുക്കുന്നുണ്ട്, എന്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഭക്ഷണം വായിലിട്ട് ചവയ്ക്കുന്നത് വരെ നമ്മൾ വോളണ്ടറി ആയിട്ട് ചെയ്യുന്നത്. അത് ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിലെത്തും, അവിടെ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഈ മൂവ്മെന്റ് ഒക്കെ നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി തന്നെ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ ഇതിനെയെല്ലാം സഹായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അപ്പൊ മെഡുല ഒബ്ലാങ്കേറ്റ എന്ത് ചെയ്യുന്നുണ്ട്? ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, അതുപോലെ തന്നെ സ്വാളോയിങ്. ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, സ്വാളോയിങ് തുടങ്ങിയ ഇൻവോളണ്ടറി ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അടുത്ത് ഹൈപ്പോതലാമസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, എപ്പോഴും ഏതെങ്കിലും ഒരു എക്സാമിന് ചോദിക്കാറുണ്ട്. ഹങ്കർ, തേഴ്സ്റ്റ്, സ്ലീപ്പ്, ടെമ്പറേച്ചർ, ഹോർമോണൽ കൺട്രോൾ, ഇതെല്ലാം ആരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്? എക്സ്പെഷ്യലി ചോദിക്കുന്ന ഈ 2 പോയിന്റ് ആണ് ഹങ്കറും തേഴ്സ്റ്റും. ഹങ്കറും തേഴ്സ്റ്റും നമ്മുടെ വിശപ്പിനെയും ദാഹത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ ഭാഗം ഏതാണ്? സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ഹൈപ്പോതലാമസ് ആണെന്ന് പറയണം. അപ്പൊ ബ്രെയിനിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ഭാഗങ്ങളും അതിന്റെ ഫങ്ഷൻസുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, Who was the founder of Maurya Empire?
മൗര്യ എംപയറിന്റെ ഫൗണ്ടർ ആരാണെന്നാണ്. അശോക, ബിന്ദുസാര, ചന്ദ്രഗുപ്ത മൗര്യ, ബിംബിസാര. ഇതിൽ ആരാണ് മൗര്യൻ എംപയറിന്റെ മൗര്യൻ സാമ്രാജ്യം സ്ഥാപിച്ചത് അല്ലെങ്കിൽ ഫൗണ്ടർ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ പറഞ്ഞേ. പേരുകളിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം അല്ലെ ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യയാണ്. അപ്പൊ മൗര്യൻ എംപയർ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യയാണ്. ചന്ദ്രഗുപ്ത മൗര്യയാണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 321 BCയിലാണ് ചന്ദ്രഗുപ്ത മൗര്യ എന്ത് ചെയ്യുന്നത്? മൗര്യൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അത് അദ്ദേഹം ആരുടെ ഉപദേശപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാണക്യയുടെ മറ്റൊരു പേരാണ് കൗഡില്യ അല്ലെങ്കിൽ ചാണക്യയുടെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ചന്ദ്രഗുപ്ത മൗര്യൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഇനി ചന്ദ്രഗുപ്ത മൗര്യയെ പറ്റിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? മൗര്യൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. അദ്ദേഹത്തിന് അതിന് വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ് കൊടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാണക്യനാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം കൗഡില്യനാണ്. രണ്ടാളും ഒരു പേര് തന്നെയാണ്. ചാണക്യന്റെ മറ്റൊരു പേരാണ് കൗഡില്യൻ. അങ്ങനെ അടുത്ത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിക്ടറി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്ദ ഡൈനാസ്റ്റിയിലെ ധനനന്ദയെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? തോൽപ്പിച്ചിട്ടുണ്ട്. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. നന്ദ ഡൈനാസ്റ്റിയിലെ ധനനന്ദയെ തോൽപ്പിച്ചത് ആരാണ്? നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യയാണ്. അടുത്തത് അദ്ദേഹം മറ്റൊരു ആക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ക്യാപിറ്റല് പാടാലിപുത്ര അല്ലെങ്കിൽ മോഡേൺ പാട്നയായിട്ട് മാറ്റിയത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യയാണ്. മൗര്യൻ എംപയറിന്റെ ക്യാപിറ്റല് പാടാലിപുത്രയായിട്ട് മാറ്റിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചന്ദ്രഗുപ്ത മൗര്യയാണ്. അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് സെലിക്കസ് ഡിക്റ്റേറ്ററിനെ അദ്ദേഹം തോൽപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും അദ്ദേഹത്തിന് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ജൈനിസം സ്വീകരിക്കുകയാണ് ചെയ്തത്. അവസാന കാലങ്ങളിൽ അദ്ദേഹം ജൈനിസം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഞാൻ സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നോട്ട് എഴുതാൻ സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. എടുത്തോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ? നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചന്ദ്രഗുപ്ത മൗര്യ എന്ത് ചെയ്യുന്നു? മൗര്യൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നു. അതിന് അദ്ദേഹത്തിനെ സഹായിച്ചത് ചാണക്യൻ അല്ലെങ്കിൽ കൗഡില്യനാണ്. അദ്ദേഹം നന്ദ ഡൈനാസ്റ്റിയിലെ ധനനന്ദയെ തോൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യയുടെ ആ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടാലിപുത്രയാണ്. പാടാലിപുത്ര ഇന്ന് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡേൺ പാട്നയാണ് പാടാലിപുത്ര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെലിക്കസ് ഡിക്റ്റേറ്ററിനെ അദ്ദേഹം തോൽപ്പിച്ചിട്ട് അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും അദ്ദേഹം പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഓർക്കുക, അവസാന കാലത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ജൈനിസം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which gas is used for ripening of fruits? Ethylene, carbon dioxide, nitrogen, oxygen. Ethylene, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, ഓക്സിജൻ. ഇതില് ഏത് ഗ്യാസ് ആണ് നമ്മൾ ഫ്രൂട്ട്സ് പഴുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫ്രൂട്ട്സിനെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എഥിലിൻ ആണോ, കാർബൺ ഡയോക്സൈഡ് ആണോ, നൈട്രജൻ ആണോ, ഓക്സിജൻ ആണോ? പെട്ടെന്ന് ആൻസർ പറഞ്ഞേ ഏത് ഗ്യാസ് ആണ് നമ്മൾ ഫ്രൂട്ട്സ് റൈപ്പനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? അതിനോടൊപ്പം തന്നെ ഞാനൊരു കാര്യം പറയാം. SSC MTS വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ദിശ അക്കാഡമിയുടെ SSC MTS കോഴ്സ് ഉണ്ട്, ഓൺലൈൻ കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ടൈപ്പ് ഓഫ് കോഴ്സ് ആണിത്. അപ്പൊ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും.
ഓൾറെഡി കഴിഞ്ഞ ലൈവ് ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് ആപ്പിൽ അവൈലബിൾ ആക്കും. അതിന്റെ കൂടെ തന്നെ ഓരോ ദിവസവും ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്ന നോട്ട്സ് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടും. അപ്പോൾ ആ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. 8075753676 അതല്ലാന്നുണ്ടെങ്കിൽ 7012615062 ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ അവർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് വരാം. ഫ്രൂട്ട്സ് റൈപ്പനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് എത്തിലീൻ ആണ്. എത്തിലീൻ ആണ്. അപ്പോൾ ഫ്രൂട്ട്സ് റൈപ്പനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? എത്തിലീൻ ആണ്. എഗെയിൻ എത്തിലീൻ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ഹോർമോൺ ആണ്. എത്തിലീൻ ഒരു ഗ്യാസ് ആണ്. അതുപോലെ തന്നെ എത്തിലീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലാന്റ് ഹോർമോൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ് ഹോർമോൺസിന്റെ ഡീറ്റെയിൽസും കൂടെ പഠിക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ് ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് കൂടെ നമ്മൾ നോക്കണം. ഇനി ചിലപ്പോൾ നിങ്ങളോട് സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ പോകുന്നത് എതിലിന്റെ കെമിക്കൽ ഫോർമുല ആയിരിക്കും. അപ്പൊ എതിലിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? CH2 ഡബിൾ ബോണ്ട് CH2. ഇതാണ് എത്തിലീൻ. ഡബിൾ ബോണ്ട് വന്നതുകൊണ്ട് നമുക്കിതൊരു ആൽക്കീൻ എന്ന് പറയാം. ആൽക്കീൻ എന്ന് പറയാം. ഓക്കെ, സപ്പോസ് 2 കാർബണിന്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ ആൽക്കേൻ എന്ന് വിളിക്കും. ആൽക്കെയിൻ എന്ന് വിളിക്കും. 2 കാർബണിന്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ ആൽക്കൈൻ എന്ന് വിളിക്കും. ആൽക്കൈൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ആൽക്കീൻ എന്ന് വിളിക്കും. എഥിലീൻ എന്ന് പറയുന്നത് ഒരു ആൽക്കീനിന് എക്സാമ്പിൾ ആണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു പ്ലാന്റ് ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേത് ഓക്സിൻ ആണ്. ഓക്സിൻ സെൽ എലോങ്ങേഷനും റൂട്ടിന്റെ ഗ്രോത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഹോർമോൺ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് സെൽ എലോങ്ങേഷൻ. എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. സെൽ എലോങ്ങേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്ലാന്റ് ഹോർമോൺ ഏതാണ്? ഓക്സിൻ ആണ്. രണ്ടാമത്തേത് ഗിബറലിൻ ആണ്. ഗിബറലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റെം ഗ്രോത്ത് ആണ്. അതുപോലെ തന്നെ സീഡ്സിന്റെ ജെർമിനേഷൻ, വിത്തുകളും മുളച്ചു വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാണ്? ഗിബറലിൻ ആണ്. അപ്പം ഓക്സിൻ എന്ന് പറയുന്നത് സെല്ലിന് നീളം വെക്കാൻ വേണ്ടി സഹായിക്കുന്നു. പക്ഷേ ഗിബറലിൻ എന്ന് പറയുന്നത് സ്റ്റെമ്മിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് സഹായിക്കുന്നത്. സീഡ്സ് ജെർമിനേഷൻ എന്ന് പറയുന്നതും ഗിബറലിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരും. അടുത്ത മൂന്നാമത്തേതെന്ന് പറയുന്നത് സൈറ്റോകൈനിൻ ആണ്. സൈറ്റോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സംതിങ് റിലേറ്റഡ് ടു സെൽസ്, സെല്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ കാര്യമാണ് അല്ലേ? സൈറ്റോകൈനിൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ഡിവിഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, സെൽ ഡിവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് ആരാണ്? സൈറ്റോകൈനിൻ ആണ്. അതുപോലെ തന്നെ ഏജിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും ആര്? സൈറ്റോകൈനിൻ. ഇലകളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? സൈറ്റോകൈനിൻ ആണ്. നമ്മൾ 3 പേരുടെ കാര്യം പഠിച്ചു. ഓക്സിൻ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് സെൽ ഇലോങ്ങേഷൻ, ഗിബറലിൻ സ്റ്റെം ഗ്രോത്ത് സീഡ് ജെർമിനേഷൻ, സൈറ്റോകൈനിൻ സെൽ ഡിവിഷൻ, അതുപോലെ തന്നെ ഏജിങ് ഡിലേ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് ABA എന്ന് പറയും. അബ്സിസിക് ആസിഡ് ആണ് കേട്ടോ. ABA അല്ലെങ്കിൽ അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സീഡ് ഡോർമൻസി, അതുപോലെ തന്നെ സ്റ്റൊമാറ്റയുടെ ക്ലോഷർ. സ്റ്റൊമാറ്റോ എന്ന് പറയുമ്പം നമ്മുടെ ലീഫിൽ ഇങ്ങനെ പയറിന്റെ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ആണ് സ്റ്റൊമാറ്റ. അപ്പൊ ഇത് നമ്മുടെയൊക്കെ മൂക്ക് പോലെയാണ്. ഗ്യാസ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ വാട്ടറിന്റെ എക്സ്ചേഞ്ച്, ലൈക്ക് പ്ലാന്റ് റൂട്ട് വഴി വലിച്ചെടുക്കുന്ന മൊത്തം വെള്ളവും ചെടി ഉപയോഗിക്കില്ല. കുറേ വെള്ളം എന്ത് ചെയ്യും? ഈ സ്റ്റൊമാറ്റയിൽ കൂടെ അത് പുറത്തേക്ക് വിടും. ആ പുറത്തേക്ക് വാട്ടർ വേപ്പറിനെ പ്ലാന്റ് വിടുന്ന, സ്റ്റൊമാറ്റ വഴി വിടുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പിരേഷൻ. ട്രാൻസ്പിരേഷൻ കേട്ടോ. അപ്പൊ പ്ലാന്റ് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള വെള്ളം അതിന്റെ റൂട്ട് വഴി വലിച്ചെടുക്കും. പക്ഷെ അത്രയും വെള്ളവും പ്ലാന്റ് ഉപയോഗിക്കില്ല. എന്ത് ചെയ്യും? ഈ സ്റ്റൊമാറ്റയിൽ കൂടെ ഈ പ്ലാന്റ് വെള്ളത്തിന് ആവശ്യമില്ലാത്ത ബാക്കി വെള്ളം പുറത്തേക്ക് വിടും. അതാണ് പ്ലാന്റിന്റെ താഴെയൊക്കെ നിൽക്കുന്ന കുറെ കൂടെ തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കും ട്രാൻസ്പിരേഷൻ. കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റിനെ സഹായിക്കുന്ന, അല്ലെങ്കിൽ വെള്ളം പുറത്തേക്ക് വിടുന്നത് സഹായിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബീൻ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ബീൻ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ. ഓക്കെ,
ലീഫിലാണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. സ്റ്റൊമാറ്റം മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് ലീഫിലാണ്. അടുത്ത് നമ്മൾ പറഞ്ഞു എഥിലിൻ. എഥിലിൻ എന്തിനു വേണ്ടി സഹായിക്കുന്നു? ഫ്രൂട്ട്സ് റൈപ്പനിങ്, അതുപോലെ തന്നെ ലീഫ് ഫോള്, ലീഫ് പെട്ടെന്ന് വീട് കൊഴിഞ്ഞു പോകാനൊക്കെ സഹായിക്കുന്നത് നമ്മുടെ എഥിലിൻ ആണ്. ഫ്രൂട്ട്സ് പഴുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും എഥിലിൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് വിറ്റമിൻ ഡെഫിഷ്യൻസി കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണം ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്. ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് നിശാന്തത ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞ ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും നമുക്ക് നിശാന്തത ഉണ്ടാവുന്നത്? നമുക്കറിയാം അല്ലേ, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ്, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത ഉണ്ടാവുന്നത്. അപ്പം വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. വിറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന അസുഖമാണ് പെർനീഷ്യസ് അനീമിയ. വിറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത് പെർനീഷ്യസ് അനീമിയ. അടുത്ത വിറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന അസുഖമാണ് സ്കർവി. നമ്മുടെ മോണകളിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്ന, പല്ലൊക്കെ വളരെ വീക്കായി പോകുന്ന ഒരു അവസ്ഥയാണ് സ്കർവി എന്ന് പറയും. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു അസുഖമാണ് എന്തെന്ന് പറയുന്നത്? റിക്കറ്റ്സ്. റിക്കറ്റ്സ് എന്ന് പറയുന്നത് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം, പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന അസുഖം. പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന അസുഖം ഏതാണെന്ന് അറിയുന്നവർ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന അസുഖം. ഒരു ക്ലൂ തരാം, അവരുടെ കൈയും കാലും ഒക്കെ വളരെ കുഞ്ഞായി പോവുകയും വയർ ഉന്തി വരികയും ചെയ്യുന്ന ഒരു അസുഖമാണ്. ഈ അസുഖം ഏതാണെന്ന് നിങ്ങൾ പറയാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ ഇത്? ജസ്റ്റ് ഒരു ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ട് ഒരു റിവിഷൻ സെഷൻ ആയിട്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അടുത്ത ക്ലാസ് മുതൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടതാണ്. അതിനു മുന്നേ ഈ ഏരിയാസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് വായിച്ചിട്ട് വരണം. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എക്സാമിന് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റത്തുള്ളൂ. നമുക്കറിയാലോ MTS എക്സാമിന് GK ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്ത് പോവാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഗ്രേറ്റ് ബാത്ത് ഹാസ് ബീൻ ഫൗണ്ട് ഇൻ വിച്ച് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ്? ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഏത് സൈറ്റിലാണ് നമുക്ക് ഗ്രേറ്റ് ബാത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? പറഞ്ഞേ, മോഹൻജദാരോ, ഹരപ്പയാണോ, ലോത്തലാണോ, കാളിബംഗനാണോ? ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഏത് സൈറ്റിലാണ്, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഏത് സൈറ്റിലാണ് നമുക്ക് നമ്മുടെ എന്താ പറയാ ഗ്രേറ്റ് ബാത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഏത് സൈറ്റിലാണ് നമുക്ക് ഗ്രേറ്റ് ബാത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്? ആൻസർ പറഞ്ഞേ, ഏത് സൈറ്റിലാണ് നമുക്ക് ഗ്രേറ്റ് ബാത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. അതെ, നമ്മുടെ മോഹൻജൊദാരോയിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിയുള്ള ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റീസും അവിടുത്തെ ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ മോഹൻജൊദാരോയിൽ നമ്മൾ പറഞ്ഞു ഗ്രേറ്റ് ബാത്ത് കാണാൻ വേണ്ടി പറ്റും, അഡ്വാൻസ്ഡ് ഡ്രെയിനേജ് സിസ്റ്റം കാണാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ഗ്രേറ്റ് ഗ്രാനറി കാണാൻ പറ്റുന്നതും എവിടെയാണ്? മോഹൻജൊദാരോയിലാണ്. ഗ്രേറ്റ് ബാത്ത്, അഡ്വാൻസ്ഡ് ഡ്രെയിനേജ് സിസ്റ്റം, അതുപോലെ തന്നെ ഗ്രേറ്റ് ഗ്രാനറി, ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് മോഹൻജൊദാരോയിലാണ്. അടുത്ത ഹരപ്പയാണെങ്കിൽ ഹരപ്പയിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും? ഗ്രാനറീസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും, അതുപോലെ തന്നെ പാവ്ഡ് സ്ട്രീറ്റ്സ് കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും ഇമ്പോർട്ടന്റ് സിറ്റാഡൽ കാണാൻ വേണ്ടി പറ്റും. സിറ്റാഡൽ കാണാൻ വേണ്ടി പറ്റുന്നത് എവിടെയാണ്? ഒരു കോട്ട എന്ന് നമുക്ക് പറയാം. അത് കാണാൻ പറ്റുന്നത് ഹരപ്പയിലാണ്. അടുത്ത ലോതൽ. ലോതലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പോർട്ട് സിറ്റിയാണ്. പോർട്ട് സിറ്റിയാണ്. ഓക്കെ, അപ്പൊ ലോതലാണെങ്കിൽ എന്താണ്? ഡോക്യാർഡ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ മുത്തുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി, ബീഡ് മേക്കിംഗ് ഫാക്ടറീസ് നമുക്ക് എവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും? ലോതലില് കാണാൻ വേണ്ടി പറ്റും. അടുത്തത് കാളിബംഗനാണ്. കാളിബംഗനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫയർ അൾട്ടാർസ് ആണ്. അതുപോലെ തന്നെ പ്ലഫ്ഡ് ഫീൽഡുകൾ നമുക്ക് എവിടെ, ഉഴുതിട്ട നിലവും നമുക്ക് എവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും? കാളിബംഗനില് കാണാൻ വേണ്ടി പറ്റും. അടുത്തത് ധോളാവീരയാണ്. ധോളാവീരയിൽ നമുക്ക് വാട്ടർ റിസർവോയേഴ്സ് കാണാൻ വേണ്ടി പറ്റും. വാട്ടർ റിസർവോയേഴ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും.
ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റിയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. ഇത് മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ഏരിയയും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ആണ്. അതായത് ഹ്യൂമൻ നെർവസ് സിസ്റ്റം, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലോ നമ്മൾ ആൻഷ്യന്റ് സിവിലൈസേഷൻസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസുകൾ. വൈറ്റമിൻ മാത്രം പഠിച്ചാൽ പോരാ, വൈറ്റമിനും റിലേറ്റഡ് ഡെഫിഷ്യൻസി ഡിസീസുകൾ മാത്രം പഠിച്ചാൽ പോരാ, അതല്ലാതെ തന്നെ വേറെ ഒരുപാട് ഡിസീസുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? വൈറൽ ഡിസീസുകൾ, അതുപോലെ തന്നെ ബാക്ടീരിയൽ ഡിസീസുകൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഡിസീസുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്ത് പോവാം. അതുപോലെ തന്നെ മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്ത് പോവാം. ഇതിൽ ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് താഴെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് നമുക്ക് ആ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കവർ ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയുടെ സമയത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത് ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ ഈ ഏരിയാസ് നിങ്ങൾ റിവിഷൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇൻഡസ് വാലി സിവിലൈസേഷൻ അഗൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ചോദിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക് ആണ്. ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടിയ ഓരോരോ സാധനങ്ങളെ പറ്റിയും ചോദിക്കാറുണ്ട്. ഇപ്പൊ ബിയേർഡ് മാൻ എവിടെ നിന്നാണ് കിട്ടിയത്, ഡാൻസിങ് ഗേൾ എവിടെ നിന്നാണ് കിട്ടിയത്, അത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്, തുടങ്ങിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നെല്ലാം ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഇത് പഠിക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ കെമിക്കൽ ഫോർമുല ഓഫ് ജിപ്സം ഈസ്. ജിപ്സത്തിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? ജിപ്സത്തിന്റെ കെമിക്കൽ ഫോർമുല പറഞ്ഞേ. ജിപ്സത്തിന്റെ കെമിക്കൽ ഫോർമുല അറിയാമോ? ഏത് ഓപ്ഷൻ ആണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ജിപ്സത്തിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? ഇത് കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ജിപ്സത്തിന്റെ കെമിക്കൽ ഫോർമുല CaSO4 ആണ്. അങ്ങനെയാണെങ്കിൽ സപ്പോസ് നമ്മളോട് ചോദിക്കുകയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? ഈ ജിപ്സത്തിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടുക. അപ്പൊ ജിപ്സത്തിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയിട്ട് പോകും. ബാക്കി വാട്ടർ മോളിക്യൂളാണ് നമുക്ക് എന്ത് തരിക? പ്ലാസ്റ്റർ ഓഫ് പാരീസ് തരിക. സോ നമുക്ക് കിട്ടുന്നത് CaSO4 half H2O. CaSO4 half H2O നമ്മൾ എന്ത് വിളിക്കും? പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് വിളിക്കും. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ CaSO4 2H2O എന്ന് പറയുന്നത് ജിപ്സം ആണ്. CaSO4 half H2O എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കെമിക്കൽസ് ഉണ്ട്, എക്സാമിന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ആ കെമിക്കൽസ് അവരുടെ കോമൺ നെയിം. ഓക്കെ, കെമിക്കൽ ഫോർമുലയും പഠിക്കണം, കോമൺ നെയിമും പഠിക്കണം. രണ്ടും മാറി മാറി ചോദിക്കാറുണ്ട്. ആദ്യത്തത് CaSO4 2H2O. CaSO4 2H2O എന്തോന്നാണ്? നമ്മൾ പഠിച്ചല്ലേ, ജിപ്സം ആണ്. കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ജിപ്സം ആണ്. രണ്ടാമത്തേത് CaCO3 കാൽഷ്യം കാർബണേറ്റ്. CaCO3 കാൽഷ്യം കാർബണേറ്റ്. ഈ കാൽഷ്യം കാർബണേറ്റ് ആണ് ലൈം സ്റ്റോൺ, ചോക്ക്, മാർബിൾ ഇതിലെല്ലാം ഉള്ളത്. കാൽഷ്യം കാർബണേറ്റ് ആണ് ലൈം സ്റ്റോണിലുള്ളത്, ചോക്കിലുള്ളത്, മാർബിളിലുള്ളതൊക്കെ. ഓക്കെ, അടുത്ത് Na2SO4 10H2O സോഡിയം സൾഫേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്. Na2SO4 10H2O സോഡിയം സൾഫേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്. നമ്മൾ അതിനെ ഗ്ലോബസ് സോൾട്ട് എന്ന് വിളിക്കും. നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഗ്ലോബസ് സോൾട്ട് എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിയേ, Na2B4O7 10H2O. Na2B4O7 10H2O നമ്മൾ ഇതിനെ എന്താണ് വിളിക്കുക? സോഡിയം ടെട്രാബോറേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്. സോഡിയം ടെട്രാബോറേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്. കോമൺ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ബോറാക്സ്. Na2B4O7 10H2O കോമൺ നെയിം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ബോറാക്സ് ആണെന്ന് പറയും. ബോറാക്സ്. ഓക്കെ, സോ അടുത്തതെന്ന് പറയുന്നത് നമുക്കറിയാം, സിമ്പിൾ ആണ്. NaCl സോഡിയം ക്ലോറൈഡ് ടേബിൾ സോൾട്ട് അല്ലെങ്കിൽ ഉപ്പ്. NaCl സോഡിയം ക്ലോറൈഡ് ടേബിൾ സോൾട്ട് അല്ലെങ്കിൽ നമുക്ക് ഉപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത NaHCO3 സോഡിയം ബൈകാർബണേറ്റ് ആണ്.
NaHCO3. സോഡിയം ബൈകാർബണേറ്റ് ആണ്, സോഡിയം ബൈകാർബണേറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ സോഡിയം ബൈകാർബണേറ്റിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരെന്താണ്? ബേക്കിംഗ് സോഡ. NaHCO3, സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ എന്ത് വിളിക്കും? ബേക്കിംഗ് സോഡ എന്ന് വിളിക്കും. അടുത്തത് CaOH ട്വൈസ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. CaOH ട്വൈസ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മുടെ സ്ലേക്കഡ് ലൈം എന്ന് വിളിക്കും, സ്ലേക്കഡ് ലൈം എന്ന് വിളിക്കും. ഓക്കെ, അടുത്തത് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ് കേട്ടോ, അത് ഇവിടെ ഉണ്ട്, H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡ്. നമ്മൾ ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് വിളിക്കും. ഓക്കെ, ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം അക്വാ റീജി എന്താണ്? അക്വാ റീജി എന്താണ്? നൈട്രിക് ആസിഡിന്റെ ഫോർമുല എന്താണ്? നൈട്രിക് ആസിഡിന്റെ ഫോർമുല എന്താണ്? അതുപോലെ തന്നെ കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത്, കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്നോട് പറയണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ എന്നോട് പറയണം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: which law states that current is directly proportional to voltage at constant temperature? കറണ്ട് വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അതായത് V proportional to I അല്ലെങ്കിൽ I proportional to V at constant temperature എന്ന് പറയുന്ന ലോ ഏതാണ്? ഓക്കെ, ഈ ലോ എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ്? ഓംസ് ലോ ആണ് അല്ലെ, ഓംസ് ലോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം V equal to IR, V equal to IR എന്ന് പറയുന്നത് എന്താണ്? ഓംസ് ലോ ആണ്. ഓംസ് ലോ ആണ് ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് പോയി, ഇതിനകത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി, അതായത് I എന്ന് പറയുന്നത് കറണ്ട് ആണ്, V എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്, R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് കേട്ടോ, R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. V പ്രൊപ്പോർഷണൽ ടു I ആണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടി V ഈക്വൽ ടു I ഇൻറ്റു R എന്ന് കൊടുത്തതാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഈ R നെ നമ്മൾ വിളിക്കും റെസിസ്റ്റൻസ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ? ബ്രാക്കറ്റിൽ പ്രത്യേകം പറയുന്നുണ്ട് എൻറ്റയർലി വിത്തിൻ ഇന്ത്യ, ഇന്ത്യക്കകത്ത് മാത്രമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹയസ്റ്റ് പീക്ക് ഏതാണ്? ഇന്ത്യക്കകത്ത് മാത്രമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഹയസ്റ്റ് പീക്ക് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യക്കകത്ത് പൂർണ്ണമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹയസ്റ്റ് പീക്ക് ഏതാണ്? കാഞ്ചൻജംഗയാണോ, നന്ദാദേവി ആണോ, മൗണ്ട് K2 ആണോ, കാമറ്റ് ആണോ? ഏതാണ് ഇന്ത്യക്കകത്ത് പൂർണ്ണമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹയസ്റ്റ് പീക്ക്? ആൻസർ പറഞ്ഞേ, ആൻസർ പറഞ്ഞേ, ഏതാണ്? അതെ, കറക്റ്റ് ആണ്, നന്ദാദേവിയാണ്, നന്ദാദേവിയാണ്. അപ്പൊ ഓരോ ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ള ആൾക്കാരുടെയും പ്രത്യേകത നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്മൾ പറഞ്ഞു നന്ദാദേവി 7816 മീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യക്കകത്ത് മാത്രമായിട്ട് മൊത്തമായിട്ട് ഇന്ത്യക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഹയസ്റ്റ് പീക്ക് നന്ദാദേവിയാണ്. അതുപോലെ തന്നെ യുനെസ്കോ ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഈ നന്ദാദേവി എന്ന് പറയുന്നത്. അടുത്തത് മൗണ്ട് K2. മൗണ്ട് K2 8611 മീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. ഹൈറ്റ് ചിലപ്പോൾ അങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. മൗണ്ട് K2 8611 മീറ്റർ. വേൾഡിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് മൗണ്ടെയിൻ, വേൾഡിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് മൗണ്ടെയിൻ എന്ന് പറയുന്നത് മൗണ്ട് K2 ആണ്. മറ്റൊരു പേരുണ്ട് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് അറിയപ്പെടുന്ന പീക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗണ്ട് K2 തന്നെയാണ്. ലോകത്തിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് മൗണ്ടെയിൻ ആണ്. സോ അടുത്തത് കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ 8586 മീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. കാഞ്ചൻജംഗയുടെ ഹൈറ്റ് വരുന്നത് 8586 മീറ്റർ. ഓക്കെ, അപ്പം തേർഡ് ഹയസ്റ്റ് മൗണ്ടെയിൻ ആണ്, വേൾഡിലെ തന്നെ തേർഡ് ഹയസ്റ്റ് മൗണ്ടെയിൻ ആണ്
കാഞ്ചൻജംഗ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹയസ്റ്റ് മൗണ്ടൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കാഞ്ചൻജംഗയാണ്. അടുത്തത് കാമറ്റ് ആണ്. 8786 മീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. ഈ ഹൈറ്റുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, 7756 മീറ്റർ ഇന്ത്യയിൽ മാത്രമായിട്ട് സ്ഥിതി ചെയ്യുന്ന തേർഡ് ഹയസ്റ്റ് പീക്കാണ് ഏതെന്ന് പറയുന്നത്? കാമറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോ SI യൂണിറ്റ് ഓഫ് പ്രഷർ, പ്രഷറിന്റെ SI യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണോ, പാസ്കൽ ആണോ, ജൂൾ ആണോ, വാട്ട് ആണോ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? പ്രഷറിന്റെ SI യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണോ, പാസ്കൽ ആണോ, ജൂൾ ആണോ, വാട്ട് ആണോ? പാസ്കൽ അല്ലേ? പാസ്കൽ ആണ്. സോ ബാക്കി യൂണിറ്റ്സും കൂടെ നമുക്ക് നോക്കാം. ഫോഴ്സ് ന്യൂട്ടൺ ആണ് വരുന്നത് അല്ലേ? ഫോഴ്സിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. എനർജിയുടെയും വർക്കിന്റെയും ഒരേ യൂണിറ്റ് ആണ്, ജൂൾ ആണ്. അത് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. എനർജിയും വർക്കിന്റെയും അല്ലെങ്കിൽ എനർജിയുടെ തന്നെ യൂണിറ്റ് ഉള്ള മറ്റൊരു ക്വാണ്ടിറ്റി ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. എനർജിക്കും വർക്കിനും ഒരേ യൂണിറ്റ് ആണ് ജൂള്. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. ഇലക്ട്രിക് കറണ്ട് ആംപിയർ. ടെമ്പറേച്ചർ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. സൈന് കൊടുത്തിട്ടുണ്ട്. ന്യൂട്ടൺ നമ്മൾ ക്യാപിറ്റൽ N കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ജൂള് ക്യാപിറ്റൽ J. അതുപോലെ തന്നെ വാട്ട് ക്യാപിറ്റൽ W, ആംപിയർ A, അതുപോലെ തന്നെ കെൽവിൻ K. ഓക്കെ, അപ്പൊ ഈ യൂണിറ്റുകൾ കൊണ്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ SI യൂണിറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ബേസിക് യൂണിറ്റുകൾ ഉണ്ട്, 7 ബേസിക് യൂണിറ്റുകളാണ് നമുക്ക് SI യൂണിറ്റ് സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിറൈവ്ഡ് യൂണിറ്റുകളും ഒരുപാടുണ്ട്. അത് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യുക കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The Shivalik range of the Himalaya is also known as. ശിവാലിക് റേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് ഔട്ടർ ഹിമാലയാസ് എന്നാണോ, ലെസർ ഹിമാലയാസ് എന്നാണോ, ഗ്രേറ്റർ ഹിമാലയാസ് എന്നാണോ, ട്രാൻസ് ഹിമാലയാസ് എന്നാണോ? ശിവാലിക്കിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞേ, ശിവാലിക്കിനെ നമ്മൾ എന്ത് വിളിക്കും? നമുക്കറിയാം ഹിമാലയൻ റേഞ്ചിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഇതിനകത്ത് ശിവാലിക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് ഔട്ടർ ഹിമാലയാസ് എന്നാണോ, ലെസർ ഹിമാലയാസ് എന്നാണോ, ഗ്രേറ്റർ ഹിമാലയാസ് എന്നാണോ, ട്രാൻസ് ഹിമാലയാസ് എന്നാണോ? നമ്മുടെ ആൻസർ വരുന്നത് ഔട്ടർ ഹിമാലയാസ് എന്നാണ്. ഔട്ടർ ഹിമാലയാസ്. ശിവാലിക്കിനെ വിളിക്കുന്ന പേര് ഔട്ടർ ഹിമാലയാസ്. കണ്ടോ, ഇതാണ് ശിവാലിക് റേഞ്ച് വരുന്നത്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഔട്ടർ ഹിമാലയാസ് എന്ന് വിളിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് മിഡിൽ ഹിമാലയ, അതാ ഈ ഭാഗം ലെസർ ഹിമാലയ എന്ന് പറയുന്നത്, മിഡിൽ ഹിമാലയ എന്ന് പറയുന്നത് ഈ നടുക്കത്തെ ലൈനാണ് കേട്ടോ, നടുക്കത്തെ ലൈനാണ്. അപ്പൊ ഇതിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കും ഹിമാചൽ റേഞ്ച് എന്ന് വിളിക്കും. അടുത്തത് ഇന്നർ ഹിമാലയ എന്ന് പറയുന്നത് ദാ ഗ്രേറ്റ് ഹിമാലയാസ് ആണ്. ഗ്രേറ്റ് ഹിമാലയാസ് ആണ് നമ്മൾ ഇന്നർ ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതിനെ മറ്റൊരു പേര് വിളിക്കും ഹിമാദ്രി എന്ന് വിളിക്കും. ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ളത് ഹിമാദ്രി, അത് കഴിഞ്ഞ് ഹിമാചൽ, പിന്നെ ശിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ അറേഞ്ച്മെന്റ് പോകുന്നത്. ശിവാലിക്കിനെ നമ്മൾ വിളിക്കുന്നത് ഔട്ടർ ഹിമാലയാസ് എന്നാണ്. അത് കഴിഞ്ഞിട്ട് ഹിമാചലിനെ നമ്മൾ വിളിക്കും മിഡിൽ ഹിമാലയ അല്ലെങ്കിൽ ലെസർ ഹിമാലയ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹിമാദ്രിയെയാണ് വിളിക്കുന്നത് ഇന്നർ ഹിമാലയ അല്ലെങ്കിൽ ഗ്രേറ്റർ ഹിമാലയാസ് എന്ന്. ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും പുറത്തുള്ള റീജിയൻ. ഏറ്റവും പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും പുറത്ത് കാണുന്ന റീജിയൻ ആണ് ഹിമാദ്രി റീജിയൻ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, സോറി ഹിമാദ്രി അല്ല, ശിവാലിക് റീജിയൻ ഏറ്റവും താഴെ. നമ്മൾ നോർത്ത് ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗം. ഈ ഭാഗം ഇങ്ങനെ അല്ലല്ലോ, ഓക്കെ, ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ വരുമല്ലോ. ഈ ഭാഗത്ത് ഈ താഴെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സദേൺ പാർട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും പുറത്ത് കാണുന്ന റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ടർ ഹിമാലയാസ് എന്ന് പറയുന്നത്. അത് ശിവാലിക് റേഞ്ച് ആണ്. അപ്പൊ ഇത് ഹിമാലയൻ റിവേഴ്സിന്റെ സെഡിമെന്റുകൾ കൊണ്ടുണ്ടായ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ യങ്ങസ്റ്റ് ആയിട്ടുള്ള റീജിയൻ ആണിത്. മൗണ്ടൻസ് ഒന്നും അത്ര സ്ട്രോങ് ഒന്നുമല്ല. എർത്ത് ക്വേക്സ്, ഭൂചലനങ്ങൾ ഉണ്ടാവാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ ശിവാലിക് റേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറഞ്ഞു ലെസർ ഹിമാലയ അല്ലെങ്കിൽ മിഡിൽ ഹിമാലയാസ് എന്ന് പറയുന്നത്
ഹിമാചൽ റേഞ്ച് എന്നും അറിയപ്പെടുന്നുണ്ട്. വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള വാലീസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പോപ്പുലർ ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു റീജിയനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് കഴിഞ്ഞ് ഏറ്റവും മുകളിൽ വരുന്ന ഈ റേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിമാദ്രി എന്ന് പറയുക. ഹിമാദ്രി എന്ന് പറയുക. അപ്പൊ ഇതെന്ന് പറയുന്നത് ഹയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അകത്ത് മറ്റേ കറക്റ്റ് ആയിട്ട് പറയണ കൃത്യമായിട്ടുള്ള നമ്മുടെ ഹിമാലയം എന്നൊക്കെ പറയുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പീക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയാണ്. നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഇന്നർ ഹിമാലയാസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഹിമാദ്രി എന്ന് വിളിക്കും, അല്ലെ? അതും അല്ലെങ്കിൽ നമ്മൾ വിളിക്കും ഗ്രേറ്റ് ഹിമാലയാസ് എന്ന് വിളിക്കും. ഏറ്റവും കണ്ടിന്യൂസ് ആയിട്ടുള്ള റേഞ്ച് ആണ്. നമുക്ക് ഇവിടെയാണ് പെർമനന്റ് ആയിട്ടുള്ള സ്നോ കവറുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അതുപോലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള പീക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നതും ഈ റീജിയനിലാണ്. ഓക്കെ, അപ്പൊ ഹിമാദ്രി, ഹിമാചല്, ശിവാലിക്. ഹിമാദ്രി എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ, നോർത്തിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗമാണ്. നമ്മൾ അതിനെ അല്ലെങ്കിൽ വിളിക്കും ഇന്നർ ഹിമാലയ എന്ന് വിളിക്കും. അത് കഴിഞ്ഞിട്ട് ഹിമാചല് നമ്മൾ ലെസർ ഹിമാലയാസ് അല്ലെങ്കിൽ മിഡിൽ ഹിമാലയാസ് എന്ന് വിളിക്കും. അത് കഴിഞ്ഞ് ഏറ്റവും പുറത്ത് കാണുന്ന ഹിമാലയൻ റിവേഴ്സിന്റെ ഒക്കെ സെഡിമെന്റ്സ് ഒക്കെയുള്ള ഏറ്റവും യങ് ആയിട്ടുള്ള സോയിലുള്ള ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശിവാലിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 റീജിയൻസ് ആണുള്ളത്: ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഹിമാലയൻ റേഞ്ചിനെ കുറിച്ചും നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു റിവിഷൻ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു ഏരിയാസ് എല്ലാം തന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരിക. സോ ദാറ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ടേഴ്സും ഒക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇപ്പോൾ ഉള്ള എക്സാം എക്സ്റ്റെൻഡ് ആവുക, അങ്ങനെയുള്ള ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഉഴപ്പരുത്. നിങ്ങൾക്ക് കിട്ടിയ ബോണസ് ടൈം ആയിട്ട് കണ്ട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സോ താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. ബൈ.